കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചരിത്ര മുന്നേറ്റമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കാൻ പോകുന്നത്. വലിയ വിജയം സംസ്ഥാനത്തെ എല്ലാ തലത്തിലുമുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇത്തവണ ലഭിക്കും. കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച വിജയമാണ് ലഭിക്കാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ UDF സ്വീകരിച്ച അത്യന്തം അവസരവാദപരമായ രാഷ്ട്രീയ നിലപാടുകളോടുള്ള ജനങ്ങളുടെ എതിർപ്പ് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിലൂടെ പ്രകടമാവാൻ പോവുകയാണ്. BJP ആണ് നമ്മുടെ രാജ്യത്ത് അപകടകരമായ വർഗീയതയിലൂടെ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടത്തിപ്പോരുന്നത്. ബാബരി മസ്ജിദ് തകർത്ത് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച വർഗീയവൽക്കരണത്തിലൂടെ രാജ്യത്ത് അധികാരത്തിലേക്ക് എത്താനാണ് BJP പരിശ്രമിച്ചതും ഒരു വലിയ അളവ് വിജയിച്ചതും. വർഗീയത കൊണ്ട് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുക എന്ന BJP തന്ത്രമാണ് ഇത്തവണ കേരളത്തിൽ UDF പ്രയോഗിച്ചത്. BJP ഭൂരിപക്ഷ വർഗീയതയെ മാത്രമാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അതുവഴി അവർക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാനാവും എന്നത് പ്രയോഗത്തിലൂടെ അവർ കാണിച്ചു തന്നിട്ടുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് UDF ഇവിടെ എല്ലാ വർഗീയതയെയും പ്രോത്സാഹിപ്പിക്കുക എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. ഭൂരിപക്ഷ വർഗീയത, മറ്റിതര വർഗീയതകൾ, എല്ലാ വർഗീയതയും അവർ പ്രോത്സാഹിപ്പിച്ചു പോകുന്നു. കഴിഞ്ഞ 6 ദശാബ്ദമായിട്ട് കേരള രാഷ്ട്രീയ ഘടനയിൽ UDF നിലനിന്നതും വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും വ്യത്യസ്തങ്ങളായ വർഗീയതയുമായി സന്ധി ചെയ്തും കീഴ്പ്പെട്ടുമാണ്.